ഭഗതേ, എന്നാണ്ട് വിശേഷം? എത്ര കാലമായി കണ്ടിട്ട്? 8-9 വർഷമായി കാണും. കറക്റ്റ്, ശരിക്കും ഒത്തിരി നാളായി. പക്ഷെ എന്റെ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടം ഭഗതിനെതിരെയോ ആ സ്മൈൽ. എന്ത് നല്ല ചിരിയല്ലേ ഭഗതിന്റെ, ഒരു ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു കാണുമ്പോ തന്നെ ഒരു പോസിറ്റീവ്. പൊത്തിപ്പിടിച്ച് ചിരി നല്ലതാന്ന് പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അങ്ങനെയില്ല, ഞാനുള്ള സത്യമാ പറയുന്നേ. മാത്രല്ല ശരിക്കും പറഞ്ഞാൽ ഭഗതിനെ ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്ത് വരുമ്പോ എന്തോരം ബിസി ആയിരുന്നെന്നറിയാവോ. ശരിക്കും ഇങ്ങനെ ടോപ്പിലേക്ക് ഒരു ഹീറോ ആയിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അടുത്ത് വന്നേ, റൈറ്റ്, ഫസ്റ്റ് സീസണില്. ആദ്യം ചോദിക്കട്ടെ, അമ്മ സുഖമായിട്ടിരിക്കുന്ന? അയ്യോ, ഭയങ്കര സന്തോഷമുള്ള ചോദ്യം ചോദിച്ചേ. അതെ, പിന്നെ നമ്മുടെ അമ്മമാരെ മറന്നിട്ടുള്ള അമ്മയുടെ പാചകം ഞാൻ ഇപ്പോഴും മറക്കുകയില്ല. അന്ന് പറഞ്ഞു അമ്മ ഭയങ്കര നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന്. അമ്മ ഒന്ന് വയ്യാതായിരുന്നു ഇപ്പൊ 2 വർഷം മുന്നേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ കഴിഞ്ഞ മാസമാണ് ലാസ്റ്റ് സർജറിയും ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പാക്ക് ചെയ്ത് ഓക്കെയല്ലേ അമ്മ? ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കൊന്നും അമ്മയുടെ കയ്യിൽ നിന്നാന്ന് തോന്നുന്നു ഭഗത്ത് കുറച്ചുകൂടെ പാചകം പഠിച്ചേ. തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അമ്മയ്ക്ക് ഈ ചെറുപ്പം തൊട്ട് ശ്വാസം മുട്ടിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ തന്നെ അടുക്കള കയറും, ഇഷ്ടമുള്ള ഭക്ഷണം മോനെ. ഇപ്പൊ എന്റെ മോനെ അമ്മ പഠിപ്പിച്ചു, അവനെല്ലാ സാധനം ഉണ്ടാക്കും. അവളിപ്പോ അവനിപ്പോ 8ാം ക്ലാസ്സില്. എന്നിട്ടും എല്ലാം പഠിച്ചോ? എല്ലാം പഠിച്ചു. എന്റെ അമ്മ ഈ പ്രായത്തിൽ മാക്സിമം ഉഴപ്പുന്ന പ്രായമല്ലേ? അത് അപ്പം വരട്ടി പഠിച്ചോടാന്ന് പറഞ്ഞോ? ഒന്നുമില്ല, അവൻ അപ്പനും അമ്മേനും കൂടെ അവിടെ ഉള്ളത്, അവിടെയാണ് പഠിക്കണേ. അപ്പൊ അമ്മയുടെ ഭക്ഷണം എല്ലാം ഇഷ്ടം അവന്, വരുന്ന പോലെ തന്നെ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് പുള്ളി എല്ലാം തന്നെ അവർക്ക് എങ്ങനെ നാടൻ ഭക്ഷണം ഇഷ്ടം? അതോ അവനെല്ലാം കഴിക്കും? അവന്റെ അമ്മയുടെ അടുത്തുനിന്ന് പഠിക്കും, എന്റെ അമ്മയുടെ അടുത്ത് പഠിക്കും. എന്നെ പുള്ളിക്ക് ഇഷ്ടം ഷെഫ് ആവും വല്ലോ ആണോ? ഇല്ല, പുള്ളി പൈലറ്റ് ഒന്നും പുള്ളി ഓ, നല്ല രസം. പുള്ളി കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണ്. ഇങ്ങനെ കാര്യമുള്ളത് കുഞ്ഞുനാൾ പോലെ ഒരു എയിം അല്ല. ഒരു 2 വർഷമായിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് അവർക്ക്. അപ്പൊ ആ ഒരു നല്ലപോലെ. പക്ഷെ എന്റെ കൂട്ടത്തില് നമുക്കും പ്രോത്സാഹനം കിട്ടണം, എങ്കിലേ അത് പ്രോത്സാഹനമൊക്കെ കിട്ടും. ഇപ്പൊ ആലീസ് കിച്ചണിൽ ഇത്ര ഞാൻ കാര്യം പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഭഗത് വരുമ്പോ ഭഗത്ത് ഓൾമോസ്റ്റ് ടോപ്പിൽ എത്തിയ സമയമായിരുന്നു ഇല്ലേ? ഇല്ലെന്നൊന്നും ഭഗത് പറഞ്ഞാലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആയിരുന്നു. ഈവൻ ഞങ്ങൾ ശരിക്കും ഭഗതിന് ശരിക്കും ഒരു ഹീറോ ആയിട്ട് തന്നെ എത്താൻ ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ ഏണിപ്പടിയിൽ എപ്പോഴാണ് ആണി പൊട്ടിപ്പോയതെന്ന് എനിക്കറിയാമല്ലോ. ഒറ്റയടിക്ക് ഈ സ്നേക്ക് എല്ലാവരും കഴിച്ച പോലെ 100 അടിക്കാൻ വന്നപ്പോ 99 ഒരു പാമ്പിരിക്കുമല്ലോ, അങ്ങനെ ഒരു സാധനം അവിടെ എവിടെയോ സംഭവിച്ചു. അങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് കയറി ഇറങ്ങാനുള്ള കളി കളിക്കണ്ട. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് അല്ലേ? പക്ഷെ റേസ് വിൻ ആക്കണം, കാണിച്ചു കൊടുക്കണം. ഈ 100-ലെത്തിയ ആള് എത്ര സ്ട്രഗിളാണ് താഴെ വന്നതെന്നും ഈ തിരിച്ചിവിടെ എത്താനുള്ള സ്ട്രഗിളിൽ. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ചെന്നാലും ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാരും പറയണത്. ആ ഒരു ഇഷ്ടം ഞാൻ തമ്പുരാനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ കയറുന്നതിനുള്ള ധൈര്യമായിട്ട് വിശ്വാസം ഉറപ്പ്. ഞങ്ങളുടെ പ്രേക്ഷകരൊക്കെ കൂടെ അതിനൊന്നും ഒരിക്കലും മാറ്റുന്ന ഒരു സാധനമില്ല. കുഞ്ഞ് മറ്റേ ഇതില്ല, എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ് മറ്റേ ഫേസ്ബുക്കിൽ ഇതൊക്കെ വീഡിയോസ് ചെയ്യുകയും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുകയും. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ ചെറിയ ചാനൽ തുടങ്ങി എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് ഇടാലോ. അപ്പൊ ചുമ്മാ ഓരോ റീൽസ് കിട്ടും. പക്ഷെ ആദ്യത്തെ റീലിന് തന്നെ ഭയങ്കര റീച്ചായി, ഭയങ്കരമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഏറ്റെടുത്ത്. ഇപ്പൊ എല്ലാം ഇടുമ്പോഴും ആൾക്കാർ അതിന്റെ കമന്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രോത്സാഹനം, ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എന്നാ തെറ്റ്? കറക്റ്റ്. ഭഗതിന് എല്ലാവർക്കും ഇഷ്ടാന്നുള്ളത് മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞാലാണ് ബോയ് നെക്സ്റ്റ് ഡോർ. ഭഗതിന് ഒരു അറ്റാച്ച്മെന്റ് മലയാള പ്രേക്ഷകർക്കുണ്ട്. ഒരു സ്വന്തം മകൻ, ഒരു വീട്ടിലൊരു അംഗം. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം.